പാറു, പാറു, നിനക്കൊരു പാഴ്സലുണ്ട്. നീ ഇല്ലാത്തോണ്ട് ഞങ്ങൾ ഒപ്പിട്ട് വാങ്ങി. എനിക്കാരാ പാഴ്സൽ അയക്കാൻ? എന്തായിരിക്കും ഇതില്? അത് തുറന്നു നോക്കിയാലല്ലേ അറിയൂ. തുറന്നു നോക്ക്. എന്തോ ഗിഫ്റ്റ് ആണെന്ന് തോന്നുന്നു. ഇതെന്റെ ശമ്പള കവറാ. മുഴുവനുണ്ട്. കളഞ്ഞു പോയെന്ന് കരുതിയ പണം തിരിച്ചു കിട്ടിയില്ലേ? അതിന് കരയാണോ വേണ്ടത്? സന്തോഷിക്കുകയല്ലേ വേണ്ടേ? സന്തോഷം തന്നെയാ. എനിക്ക് കിട്ടിയ ആദ്യത്തെ ശമ്പള. അതേ കവറ്, അതേ പണം. എന്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കളഞ്ഞുപോയ നിന്റെ പണം ആരായിരിക്കും നിനക്ക് കൊറിയർ ആയിട്ട് അയച്ചു തന്നിട്ടുണ്ടാവുക? അയാൾക്ക് ഈ പണം എവിടെ നിന്നായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക? നാട്ടിൽ കിടന്ന ഇവളുടെ സൈക്കിള് ഇവൾക്ക് എത്തിച്ചു കൊടുത്ത ആളായിരിക്കോ? ആരായാലും നമ്മൾ സംശയിച്ചത് ശരി തന്നെയാ. ഒരു പ്രേമം മണക്കുന്നുണ്ട്. വെറും പ്രേമമല്ല, അസ്ഥിക്ക് പിടിച്ച പ്രേമം. ആ ബോക്സിൽ വേറെന്തെങ്കിലും ഉണ്ടോ നോക്ക്. ഒരു എഴുത്തുണ്ട്. വേഗം തുറന്ന് വായിക്ക്. പാറൂന് ആരോ അയച്ച എഴുത്താം. നമ്മൾ തുറന്ന് വായിക്കുന്നത് ശരിയല്ല. ഒരു ശരികേടുമില്ല. ലവ് ലെറ്റർ ആയിരിക്കും. ഇങ്ങതാ, ഞാൻ വായിക്കാം. പ്രിയപ്പെട്ട പാറുവിന്, ഈ എഴുത്ത് വായിക്കുമ്പോ ഞാൻ ആരാണെന്ന ചോദ്യമായിരിക്കും നിന്റെ മനസ്സിൽ ആദ്യം വരിക എന്ന് എനിക്കറിയാം. ഞാൻ ആരാണെന്ന ചോദ്യത്തിന് നിന്നെ ആദ്യം കണ്ട നിമിഷം മുതൽ ഉറക്കം നഷ്ടപ്പെട്ടു പോയ ഒരാളാണെന്നാണ് എന്റെ ഉത്തരം. അപ്പോ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ആണ്. വായിക്ക്. മുഴുവൻ വായിക്കുന്നതിന് മുമ്പേ ഇതെഴുതിയ ആളുടെ പേരടിയിലുണ്ടാവും. അതാരാണ് നോക്ക്. എന്ന് നിന്നെ രാപ്പകൽ സ്വപ്നം കാണുന്ന ഗന്ധർവൻ. ഗന്ധർവൻ. ഗന്ധർവനോ? റോസാപ്പൂ വീതളുകൾ, പ്രണയം തുളുമ്പുന്ന വരികൾ, അതിന് പറ്റിയ പേരും ഗന്ധർവൻ. ഈ പ്രണയം സൂപ്പർ ആയിരിക്കും. നീ ബാക്കി വായിക്കും. മതി വായിച്ചത്. എങ്ങതാ. പ്രിയപ്പെട്ട പാറുവിന്, ഈ എഴുത്ത് വായിക്കുമ്പോ ഞാൻ ആരാണെന്ന ചോദ്യമാണ് നിന്റെ മനസ്സിൽ ആദ്യം വരാൻ എനിക്കറിയാം.